ഇത് നമ്മുടെ രാജ്യത്തിന്റെ നാടിന്റെ സുരക്ഷയുടെ തന്നെ ഒരു പ്രശ്നമാണ്. വളരെ ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറുന്നവർ ഏർപ്പെടുന്നതായിട്ടുള്ള വ്യാപകമായിട്ടുള്ള റിപ്പോർട്ട് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലൊക്കെ തന്നെ നടന്ന ഇവരെക്കുറെ എല്ലാ കുറ്റകൃത്യങ്ങളിലും ഇവർക്ക് വലിയൊരു പങ്കുണ്ട്. ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ് അവർ ചെയ്യുന്നത് പലരും. അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവരുമുണ്ട്. ഇതൊന്നും തിരുവനന്തപുരത്ത് നടക്കാൻ അനുവദിക്കില്ല. അതിന്റെ ഭാഗമായി കോർപ്പറേഷൻ ചെയ്യേണ്ട എല്ലാ പരിശോധനകളും ഞങ്ങൾ ശക്തമാക്കും. വരാൻ പോകുന്ന ദിവസങ്ങളിൽ റെയ്ഡുണ്ടാവും, നിരീക്ഷണം ഉണ്ടാവും. കിട്ടുന്ന വിവരങ്ങൾ പോലീസിനെ അറിയിക്കും. ചില സ്പാകളിൽ ബംഗ്ലാദേശിലായിട്ടുള്ള സ്ത്രീ ജീവനക്കാർ ഉൾപ്പെടെ ജോലി ചെയ്തതായിട്ടുള്ള വിവരങ്ങളുണ്ട്. ചിലത് ഇന്റലിജൻസ് വിഭാഗത്തിന്റെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പോലീസിന്റെ ശ്രദ്ധയിൽ പലപ്പോഴും പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്പാകളും ഹോട്ടലുകളും ആണ് ഇവരുടെ പ്രധാനപ്പെട്ട താവളങ്ങൾ രണ്ടെണ്ണം. ഇതോടൊപ്പം കൺസ്ട്രക്ഷൻ മേഖലയിലും അതിഥി തൊഴിലാളികളോടൊപ്പം ഇവിടെ കടന്നുകൂടിയിട്ടുള്ള വിവരങ്ങളുണ്ട്. അത് ലേബർ ക്യാമ്പുകളുടെ പരിശോധനയിലൂടെ ഞങ്ങൾ അത് ശക്തമായി പുറത്തു കൊണ്ടുവരും. ഈ ഒരു വിവരമാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ റെയ്ഡും കാര്യങ്ങളും ശക്തമാക്കുമെന്നുള്ള വിവരങ്ങളാണ് മാധ്യമങ്ങൾ അറിയിക്കേണ്ടത്. കോർപ്പറേഷൻ പരിശോധിക്കേണ്ട രേഖകൾ പരിശോധിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾക്ക് സംശയം വരുന്ന കാര്യങ്ങൾ പോലീസിനെ അറിയിക്കും. പോലീസിനാകുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് കൂടുതൽ അധികാരവും അവകാശവുമുണ്ട്. കോർപ്പറേഷനേക്കാൾ കൂടുതൽ മെഷീനറി ഉണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന സംശയകരമായ കാര്യങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ബാക്കി കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇന്നലെ ഈ വിവരത്തിൽ ഇടപെടാൻ ഞങ്ങൾ തീരുമാനിച്ചതിന് ശേഷം ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇന്ന് രാവിലെ മുതൽ അതിന്റെ ആക്ടിവിറ്റി നടക്കുകയാണ്. എന്തായാലും മുഴുവൻ പേരെയും ഒരുപക്ഷെ ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിച്ചെന്ന് വരില്ല. അങ്ങനെയാണെങ്കിലും ലഭ്യമാകുന്ന ആൾക്കാരുടെ മീറ്റിംഗ് എത്രയും പെട്ടെന്ന് നടത്തും. ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അതാ സ്ഥലങ്ങളിൽ യോഗം നടത്തുകയും അതാ സ്ഥലങ്ങളിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ നടത്തും. അല്ല, ഞാൻ പറഞ്ഞ ലഭിച്ച വിവരങ്ങളുണ്ട്. ഇപ്പൊ കൊല്ലത്തെ ഇൻസിഡന്റ് അങ്ങ് തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ പരിശോധനകൾ കർശനമാക്കുമ്പോഴേ നമ്മുടെ വിഭാഗത്തൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇല്ലാതിരിക്കണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർ ഇല്ലാതിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പരിശോധനകൾ ശക്തമാക്കുമ്പോഴേക്കും അവരൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർ കൂടെ നിൽക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും കോർപ്പറേഷന്റെ ഹെൽത്ത് സ്ക്വാഡ് അവർക്ക് പ്രത്യേക നിർദ്ദേശവും. ഞങ്ങൾക്കിപ്പോൾ സ്ക്വാഡുണ്ട്. കോർപ്പറേഷന് 4 സ്ക്വാഡ് എല്ലാ സമയവും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ക്വാഡിന് ഇക്കാര്യത്തിൽ ഏത് തരത്തിൽ ഇടപെടണമെന്നുള്ള നിർദ്ദേശം കൊടുക്കും. അല്ല, വലിയൊരു വാർത്തയാണ് ഇന്നലെ, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വന്നത്. അക്കാര്യങ്ങൾ പരിശോധിക്കാനുള്ള അധികാരം പോലീസിനാണുള്ളത്. രേഖകൾ തയ്യാറാക്കുക, അതൊക്കെ ഇടപെടാനുള്ള അധികാരം കോർപ്പറേഷനില്ല, പോലീസിനാണ് ഉള്ളത്. പോലീസ് അക്കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യും. ഞങ്ങൾക്ക് ഇടപെടാൻ സാധിക്കുന്ന പ്രധാനമായിട്ട് ഹെൽത്ത് സെക്ടറിലാണ്. ആരോഗ്യ മേഖലയുടെ പരിശോധന ഞങ്ങൾ ശക്തമാക്കുക. അപ്പൊ ആ പരിശോധന നടത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ പോലീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ലേബർ കോൺട്രാക്ടർമാരുടെ യോഗം ഞങ്ങൾക്ക് വിളിക്കാം. അത് വിളിച്ച് അവരോട് ഓരോരുത്തരുടെയും കീഴിൽ എത്ര അതിഥി തൊഴിലാളികളുണ്ട്, അവരുടെ ഡോക്യുമെന്റ്സ്, ഇതൊക്കെ ഞങ്ങൾ പരിശോധിക്കും. അത് പരിശോധിക്കുമ്പോഴേക്കും അവരുടെ ലേബർ ക്യാമ്പുകളിൽ ഞങ്ങൾക്ക് ഇടപെടാൻ സാധിക്കും. അല്ല, ഇങ്ങനെ മറ്റു രാജ്യത്തെ പൗരന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാത്ത സാഹചര്യം സൃഷ്ടിക്കുമല്ലോ. രേഖകളില്ലാതെ വന്നു കഴിഞ്ഞാൽ അത് ബാക്കി ഗവൺമെന്റ് നോക്കും. ബാക്കി സംസ്ഥാനം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നോക്കും. ഇപ്പൊ ഞങ്ങൾക്കല്ല അറസ്റ്റ് ചെയ്യാനോ ഇങ്ങനെയൊന്നുള്ള അധികാരാവകാശമൊന്നുമില്ല. ഞങ്ങളുടെ ഉത്തരവാദിത്വം കോർപ്പറേഷൻ നിർവഹിക്കും. ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ പോലീസിനെ അറിയിക്കും. ബാക്കി ഗവൺമെന്റ്. അല്ല, എവിടെ നിന്ന് എന്തൊക്കെ നിർദ്ദേശം ലഭിച്ചു എന്നുള്ളത് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറയുന്നില്ല. എന്തായാലും ഒരു പ്രാദേശിക ഭരണകൂടം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പ്രോപ്പർ ചാനലിൽ വരേണ്ട വിവരങ്ങൾ വരുന്നുണ്ട്.
രാഷ്ട്രീയമായി ലഭിക്കേണ്ട വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരിശോധന എന്ന് തന്നെ വെച്ചോളൂ. ചർച്ച ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അതിഥി തൊഴിലാളികൾക്ക് ഏത് തരത്തിൽ കോർപ്പറേഷൻ അങ്ങനെയുള്ള രേഖകൾ കൊടുക്കാൻ സാധിക്കുമെന്നുള്ള കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനാണ് ലേബർ കോൺട്രാക്ടർമാരുടെ യോഗം വിളിച്ച് അവരുടെ കൂടി അഭിപ്രായം തേടി നിയമത്തിനകത്ത് നിന്നുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോരുത്തരും അവരുടെ തൊഴിലാളികളുടെ ലിസ്റ്റ് തരേണ്ടി വരും, അവരുടെ സുരക്ഷാ കാർഡ് കർശനമാക്കേണ്ടി വരും. അതെങ്ങനെ ചെയ്യണം, എങ്ങനെ നമുക്ക് പ്രായോഗികമാക്കണമെന്ന് കൂടുതൽ ചർച്ചകൾ വേണ്ടി വരും. ഒരു ദിവസം അതിനുശേഷം അതിനേക്കാൾ മഴയുണ്ടായി. അതിനേക്കാൾ മഴയുണ്ടായി. ആ ദിവസം എന്താണെന്നുള്ള ഇന്നലെ ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങൾ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. അങ്ങനെ അരുണിന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഈ നിമിഷം വരെ നടന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ഇനി ഉണ്ടാകാൻ പോകുന്ന മഴയുടെ വലുപ്പം അല്ല, മുന്നൊരുക്കങ്ങൾ ഇന്നലെ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. 7-8 ഇന്ന് ഏതോ പത്രം ഓരോ മാതൃഭൂമിയാണെന്നാണ് തോന്നുന്നത്, മാതൃഭൂമി മനോരമ ഏതോ എല്ലാത്തിൻ്റെയും പേര് കൊടുത്തിട്ടുണ്ട്. ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, ഇൻലാൻഡ് നാവിഗേഷൻ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരുടെയും ഉടമസ്ഥയിൽ തോടുകളുണ്ട്. അവരൊക്കെ ഇന്നലെ ബഹുമാനപ്പെട്ട 3 മന്ത്രിമാർ പങ്കെടുത്ത മീറ്റിംഗിൽ, കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെ പങ്കെടുത്ത മീറ്റിംഗ് വന്നിരുന്നു. വിശദമായി ചർച്ച ചെയ്തു. ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് ക്യാപിറ്റൽ എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ കോർപ്പറേഷന്റെ ഓർഡറുകളൊക്കെ തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. കാരണം മറ്റുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റും അവരോരോ ഓർഡർ ഏറ്റെടുത്താൽ മതി. ഇന്നലെ അവിടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പൊ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് 8 ലോഡ് മാലിന്യം ഞങ്ങൾ ആദ്യം മാറ്റി. അത് പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ യാമേഴഞ്ചാൻ തോടില തകരപ്പറമ്പിനും പഴവങ്ങാട് ഗണപതി ക്ഷേത്രത്തിന് ഇടയ്ക്കുണ്ടായിരുന്ന സ്ഥലത്തുനിന്നും ജോയ് മരണപ്പെട്ട സ്ഥലത്ത് മാറ്റി 8 ടിപ്പറിൽ ഞങ്ങൾ മാറ്റി. പക്ഷെ 156 ടിപ്പറിൽ പിന്നീട് മാറ്റിയത് മണലാണ്. 15 വർഷം കൊണ്ട് മാറ്റാതെ ആമേഴഞ്ചാൻ തോടിലും പാർവതപുത്രാന്റെ പല ഭാഗത്തും അടിഞ്ഞു കൂടിയ മണലാണ് മാറ്റിയത്. ഈ മണൽ കോർപ്പറേഷന്റെ പ്രശ്നം കൊണ്ടുണ്ടായ മാലിന്യമല്ല. ഈ മണൽ അടിഞ്ഞുകൂടി കിടന്നുകൊണ്ട് എന്താണ്, 2-3 മീറ്റർ വെള്ളം ഒഴുകേണ്ട ആ ബെഡിന്റെ ഹൈറ്റ് കൂടി. അപ്പൊ 1/2 മീറ്ററിൽ മാത്രം വെള്ളം ഒഴുകുന്നൊരവസ്ഥ വന്നു. 3 മീറ്റർ ആഴത്തിൽ വെള്ളം ഒഴുകേണ്ടത് 1/2 മീറ്ററിൽ ഒഴുകിയപ്പോഴാണ് ഓവർഫ്ലോ ഉണ്ടായത്. ഞങ്ങൾ മണൽ കൂടുതൽ മാറ്റിയപ്പോൾ മണൽ മാറ്റേണ്ടത് ആരാണ്, അതിനെക്കുറിച്ചൊരു ചർച്ച നടന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഈ ചർച്ച, ഈ ടീം തുടരാമെന്ന് പറഞ്ഞു. അപ്പൊ തുടർന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റും അവരിപ്പോ ഇൻലാൻഡ് നാവിഗേഷൻ നന്നായിട്ട് നടത്തുന്നുണ്ട്. ഇൻലാൻഡ് നാവിഗേഷൻ അവരുടെ കരയിൽ പാർവതപുത്തനാറാണല്ലോ, ജീവിച്ചിരുന്നവരെയൊക്കെ തന്നെ കരയിൽ നിന്ന് മാറ്റി അവർക്ക് മതിയായ കോമ്പൻസേഷൻ കൊടുത്തു. ആ പ്രദേശമൊക്കെ തന്നെ അവരുടെ നിരീക്ഷണത്തിലാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടെ ജോലി ചെയ്യുമ്പോഴേക്കും അത് പൂർത്തിയാകും. അതിനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ഞങ്ങൾ എൻ്റെ കൃത്യമായിട്ടുള്ള പ്രോസസ്സിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി നായ്ക്കളെ പാർപ്പിക്കാൻ വില്ലിങ്നെസ് പ്രകടിപ്പിക്കുന്നവരുടെ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അതിന്റെ സമയം. തിങ്കളാഴ്ച അത് ഓപ്പൺ ചെയ്യും. അത് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് NGOകളെ സെലക്ട് ചെയ്യും. അതായത് അവർക്ക് അതിൽ ആ ചർച്ചയിൽ കുറച്ച് സമയം ഞാൻ പങ്കെടുത്തിരുന്നുള്ളൂ. ഞാൻ മനസ്സിലാക്കിയ രേഖകൾ നോക്കിയിട്ടൊന്നുകൂടെ പറയാം. ഞാൻ അന്ന് ചോദിച്ചു, മനസ്സിലാക്കിയത് അവർക്ക് സ്വന്തമായിട്ട് ഷെൽട്ടർ ഇല്ല. അവർക്ക് കോർപ്പറേഷൻ ഫണ്ട് ചെയ്ത് ഷെൽട്ടർ നിർമ്മിക്കണം. അപ്പൊ ആ ഒരു നിയമ തടസ്സം ഞങ്ങൾക്കുണ്ട്. വേറൊരു പ്രോപ്പർട്ടിയിൽ കോർപ്പറേഷന് ഫണ്ട് ചെയ്ത് ഷെൽട്ടർ നിർമ്മിക്കുന്നതിൻ്റെതായ നിയമ തടസ്സമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഷെൽട്ടർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ചർച്ച തുടരാമായിരുന്നു. ഞങ്ങൾ അവരോട്, എനിക്കൊന്ന് ഞാൻ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥർ പറഞ്ഞത്, ഷെൽട്ടർ നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ചർച്ചകൾ തുടങ്ങാം. മറ്റൊരു ആളിന്റെ പ്രോപ്പർട്ടിയിൽ കോർപ്പറേഷന്റെ ഫണ്ട് മുടക്കി ഷെൽട്ടർ ചെയ്യാൻ വേണ്ടി നിയമപരമായിട്ട് ഞങ്ങൾക്ക് തടസ്സം വരും, ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും. അതുകൊണ്ടാണ് അത് ചർച്ച. അതൊക്കെ നിയമത്തിൽ പറയുന്നുണ്ടല്ലോ, നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ വാർത്തകൾ വരുന്ന ഞാനൊരു കാര്യം പറയാം. അതായത് അടുത്ത യോഗം വരട്ടെ, നിങ്ങൾ നോക്കിക്കോളൂ. ഇതുവരെ ഇല്ല. ഇത് ഇപ്പൊ റിമാൻഡിലായതിനു ശേഷം ഇതുവരെ ചെയ്തിട്ടില്ല.
രജിസ്റ്റർ നോക്കണം. ഇതിപ്പം 101 കൗൺസിലർമാർ എന്ന് അവധി പറഞ്ഞു, എന്ന് പങ്കെടുത്തു, എനിക്ക് എല്ലാ ദിവസവും ഇത് തുടങ്ങിയിട്ട് 5 മാസം ഓർമ്മിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞത് ഞാൻ പറയട്ടെ, സത്യത്തിൽ ഞാൻ ആ രജിസ്റ്റർ എല്ലാ ദിവസവും നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഉദ്യോഗസ്ഥരാണ് നിരീക്ഷിക്കുന്നത്, നോക്കേണ്ടത്. ഇപ്പം ആരെങ്കിലും അവധി അറിയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ എന്ന് വരുന്നവരല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 5 മാസമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും വരുന്നുണ്ട്. മോസ്റ്റ് വെൽക്കം. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറയുന്നത് ഇന്ന് അസൗകര്യം അറിയിച്ചിട്ടുള്ളവർ ഇന്നാരൊക്കെ എന്നാണല്ലോ ആദ്യം വായിക്കുന്നത്. ആ ദിവസം ഒന്ന് വായിക്കും. ബാക്കി മിനിറ്റ്സ് രേഖപ്പെടുത്തി ഉദ്യോഗസ്ഥരാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുകയും ലീവ് ആക്കിയൊക്കെ ചെയ്യുന്നത്. അറ്റൻഡൻസ് കൗൺസിലർമാർ മാർക്ക് ചെയ്യും, ലീവ് ഉദ്യോഗസ്ഥർ മാർക്ക് ചെയ്യും. ഓരോ ദിവസം ആര് വന്ന് ലീവ് പറഞ്ഞു എന്നൊക്കെ ഞാൻ അത് ആക്ഷേപം ഒന്ന് വായിച്ചില്ലെങ്കിൽ അയാൾ ലീവ് പറഞ്ഞു കാണില്ല. അത് ആക്ഷേപം എങ്ങനെയാവുന്നത്? അദ്ദേഹം ലീവ് പറഞ്ഞ ഞാൻ പറയാം മോനെ, ലീവ് എങ്ങനെയാണ്? ലീവ് ഒന്നുകിൽ രേഖാമൂലം, ഇവിടുത്തെ കീഴ്വഴക്കം രേഖാമൂലം ലെറ്റർ തരും, മെയിൽ ചെയ്യാം, മേയറെ നേരിട്ട് വിളിച്ച് പറയാം. ഇതാണ് ഇവിടെ നടക്കുന്ന കീഴ്വഴക്കം. ഈ കീഴ്വഴക്കം അനുസരിച്ച് 2-3 എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർ ലീവാണെന്ന് ഞങ്ങൾ കൗൺസിലിൽ പറയും. അങ്ങനെ പറഞ്ഞാണില്ല. അല്ല, അതപ്പോൾ വരട്ട് നോക്കാന്നേ. വളരെ വമ്പൻ പ്രശ്നവും അത് ജനാധിപത്യത്തിൽ അത് എല്ലാ ജനാധിപത്യത്തിൽ ഒരുപാട് സമരം നടത്തിയ ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പൊ ജനാധിപത്യത്തിൽ നടത്തുന്ന എല്ലാ ഇടപെടലിനെയും സ്വാഗതം ചെയ്യുന്ന ആളാണ്. അത് ഇനി നടക്കാൻ പോകുന്നതും കഴിഞ്ഞത് നടന്നതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാം ശക്തമായിട്ടുള്ള ഇടപെടൽ ജനാധിപത്യം, എങ്കിൽ മാത്രമേ ജനാധിപത്യം ചടുലമായിരിക്കും. ഞാൻ ആ വാർത്തകളൊന്നും കണ്ടില്ല. വാർത്തകൾ ഇങ്ങനെ പലതും പറഞ്ഞു. ഞാനിപ്പോ രാവിലെ വന്നിട്ട് ഈ സുരക്ഷാ പ്രശ്നം നോക്കിക്കൊണ്ടിരിക്കുന്നു. വാർത്ത പലതും വരുന്നുണ്ട്. എല്ലാ 101 പേരും വളരെ നല്ല കൗൺസിലർമാരാണ്. ഇവിടെ വിജയിച്ചു വന്ന 101 കൗൺസിലർമാരും ഏറ്റവും ആപ്റ്റായിട്ട് കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന 101 പേരെയാണ് ജനങ്ങൾ ജയിപ്പിച്ചത്. 101 പേര് എല്ലാം ഏറ്റവും മിടുമിടുക്കരായ ജനപ്രതിനിധികളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 പേര് എന്നുള്ളതാണ് മേയർ എന്നുള്ളതൊക്കെ എന്റെ അഭിപ്രായം. അവർ ഭംഗിയായിട്ട് അവരുടെ വാർഡുകൾ നോക്കുന്നുണ്ട്, വികസന കാര്യങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. ഭരണപക്ഷ കൗൺസിലർമാർ ഭരണപക്ഷം എന്നുള്ളതിലേക്ക്, പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിപക്ഷം എന്നുള്ളതിലേക്ക് ശക്തമായിട്ട് ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്നുണ്ട്. ചടുലമായിട്ട് ഭരണം മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ വേറെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധം സ്വാഭാവികമായിട്ടും ഒരു മേയറിന്റെ ഉത്തരവാദിത്തമാണത്. ഈ ഭരണസമിതിയിൽ അത് 101 കൗൺസിലർമാർക്ക് ആർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞാൽ മേയർ അക്കാര്യം മേയറുടെ ഉത്തരവാദിത്തം നിർവഹിക്കും. അല്ല, 101 കൗൺസിലർമാരിൽ ആർക്ക് അത്തരത്തിലൊരു സിറ്റുവേഷൻ വന്നാലും മേയർ എന്നുള്ള നിലയ്ക്ക് എന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് എന്റെ ബോധ്യം. അത് നമ്മൾ നിർവഹിക്കും. ഞാനിപ്പോൾ 101 കൗൺസിലർമാരെ വീട്ടിൽ പോകുന്നുണ്ടല്ലോ, 100 പേരുടെയും പോയി തുടങ്ങിയല്ലോ. അല്ല, 4-5 പേരുടെ വീട്ടിൽ പോയി. പിന്നെ സമയം കിട്ടുന്നതനുസരിച്ച് 100 പേരുടെയും ഇപ്പോൾ ഹാർബർ വാർഡിൽ പോയിരുന്നു, അഫ്സയുടെ വാർഡിൽ പോയിരുന്നു, സുധീഷിന്റെ വാർഡിൽ പൗണ്ടോടോ സ്വതന്ത്ര കൗൺസിലറുടെ വീട്ടിൽ പോയിരുന്നു. അങ്ങനെ 101 പേര്. അപ്പോൾ അവരുടെ വ്യക്തിപരമായ മേയർ എന്നുള്ള നിലയ്ക്ക് ഇടപെടേണ്ട കാര്യങ്ങളൊക്കെ ഇടപെടും. അങ്ങനെ ഇടപെടണ്ടേ? വേണ്ടേ? ശരി. ഒരു മീറ്റിംഗ് കൂടെ ഉണ്ടാവും. വേറെ ഇവിടെ എന്താ ചോദിച്ചില്ല കുട്ടി? ആ കുട്ടി ഞാനൊരു കാര്യം പറയാം. ഈ എല്ലാ കൗൺസിലർമാരുടെയും അവർ കൗൺസിലർ ആയതിനു ശേഷം കൗൺസിൽ ഇടപെടുന്നതും കൗൺസിലർ എന്നുള്ള നിലക്കുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഈ മത്സരിച്ച 100 വാർഡിൽ ഒരുപാട് പേര് മത്സരിച്ചിട്ടുണ്ട്, 101 പേര് ജയിച്ചിട്ടുണ്ട്. ഇവരൊക്കെ കൗൺസിലിൽ വരുന്നതിന് മുമ്പ് ഏതൊക്കെ കേസിൽ പ്രതിയായിരുന്നു, അവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാണ് ജനിച്ചത്, ഇതത്രയും നമുക്ക് ഓർമ്മിച്ച് വെച്ചാൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ ജയിച്ച് കോർപ്പറേഷൻ വന്നതിന് ശേഷം അവരുടെ നാട്ടിലുള്ള വാർഡിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചാണ് കൂടുതലും മേയർ ശ്രദ്ധിക്കുന്നത്. ഓരോരുത്തരും അതിന് മുൻപ് എന്ത് പ്രവർത്തിച്ചു, അതിന് ശേഷം അല്ല അതിന് അവിടെ പശ്ചാത്തലം അത് നമുക്ക് അതിന് അങ്ങനെ ആവശ്യമില്ല.
ഞാൻ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും 2 തവണ ഒരു വിഷയത്തിൽ തന്നെ ഒരേ ദിവസം 2 തവണ ഞാൻ നിങ്ങളെ കണ്ടു. ഈ അഡീഷണൽ ആയിട്ടുള്ള പുതിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ നേരത്തെ മറുപടി പറഞ്ഞു, അത് കഴിഞ്ഞു. അത് പറയാനുള്ള 2 തവണയായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പിന്നെ നിങ്ങൾ ഞാൻ ഒന്നും പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് ചോദിക്കും. ബാക്കി കാര്യങ്ങൾ നിയമപരമായിട്ട് വേണം, ബാക്കി നമുക്ക് നോക്കാം. ഇനിയും കിടക്കയിലെ 4.5 വർഷം